ഹലോ ഗായ്സ്, ഐ എം നിഹാല ബൂബേസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഞാനിന്ന് കൂർഗിലേക്കൊരു യാത്ര പോവാണ് ഗായ്സ്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിന്. നമ്മൾ രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിന്. രാവിലെ എണീച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു, പെട്ടെന്ന് കൂർഗി പോവുക അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. ഒരു പ്ലാനും ഇല്ലാണ്ടാണ് നമ്മൾ കൂടുതലും യാത്രകളൊക്കെ പോകാറ്, ട്രിപ്പൊക്കെ പോകാൻ. കാരണം പ്ലാൻ ചെയ്തൊന്നും നടക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം നല്ല നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഞാൻ വീഡിയോസിലിങ്ങനെ എടുത്തിട്ടുണ്ടായിന്. നീ നല്ല ആൽമരം കണ്ടിട്ട്, ആൽമരാണോന്നറിയില്ല, നല്ലൊരു മരം കണ്ടിട്ട് എടുത്തായിരുന്നു ഗ്രൗണ്ടിൻ്റെ നടുക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതെല്ലാം ശരിക്കും കാണാൻ നേരിട്ടാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ എൻ്റെ ക്യാമറയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാൻ കൊള്ളില്ല ഗൈസ്. കാരണം എൻ്റെ ക്യാമറ അത്ര ശരിയില്ല ഫോണിൻ്റെത്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ നല്ല നല്ല വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 4 മണിയായിരുന്നു. അതുപോലെ റൂമെല്ലാം ഫുൾ അവിടെയൊക്കെ ബുക്കിഡായിരുന്നു. അങ്ങനെ റൂം നോക്കിയിട്ട് എവിടെയും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അവസാനം നമ്മളൊരു ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടുത്തെ അവരുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിന്, ഇങ്ങനെ ഫാമിലീസിനും കപ്പിൾസിനും മാത്രം കൊടുക്കുന്നൊരു വീടുണ്ട്, അങ്ങനെ അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ബുക്ക് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അടുത്തേക്ക് പോയി. ആ വീടാണ് ഇത്. അവിടുത്തെ റൂമിൽ ജനലിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. ടാങ്കി ഒഴികെ ടാങ്കി കാരണം വ്യൂ ശരിക്കും വീഡിയോയിൽ കിട്ടുന്നുണ്ടായിട്ടില്ല. ഫുള്ളിങ്ങനെ നല്ല കോട മൂടിയിട്ടുള്ള സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഏർലി മോർണിംഗിന് കാണാനും അതുപോലെ തന്നെ ഈവനിങ് സമയത്തും ഫുൾ കോട മൂടിയിട്ടായിരുന്നു. രാത്രി ഒന്നും ഇറങ്ങാൻ തന്നെ കഴിയില്ല. അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഫാനും ഉണ്ടായിട്ടില്ല, ഫാൻ്റെ ആവശ്യമില്ല, നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഒരു കോമഡി ഉണ്ടായിന്. ഇവിടെ നമ്മൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്. തിരിച്ചു വരുമ്പോൾ വീട് കാണുന്നില്ല. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം റൗണ്ട് അടിച്ച് തപ്പി നോക്കി. അവസാനം മനസ്സിലായി ഇവരുള്ളവരെല്ലാം നേരത്തെ കടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ലൈറ്റെല്ലാം ഓഫാക്കി വെച്ചാന്ന് പിന്നെ മനസ്സിലായി. നമ്മൾ വിചാരിച്ചു അയ്യോ രാത്രി കാണാത്ത വീടോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു വീടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം ചുറ്റും ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം ഉള്ളൊരു വീടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ എടുത്തിനാണ്, പക്ഷെ അത് കിട്ടിയില്ല, എന്തുകൊണ്ട് അറിയില്ല. അങ്ങനെ രാവിലെ എണീച്ച് നമ്മൾ നേരെ കൂർഗിലേക്ക് പോയി. ഇപ്പോൾ കണ്ട KSRTC ബസ് എന്താണെന്ന് വിചാരിച്ചാൽ മറ്റേ കത്തൊക്കെ കൊണ്ടുപോകില്ലേ, ആ നാട്ടിലെ KSRTC ബസ്സിൽ ഇങ്ങനെ കത്തൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ചുമ്മാ എടുത്തായിരുന്നു, കാരണം KSRTC ബസ്സിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അടുത്ത നാടിലൊരു എന്താ പറയുക അട്ടിക്കച്ചോല, അങ്ങ് ദൂരെല്ലാം കന്നില്ലേ അങ്ങനെ വരിയായിട്ട് അട്ടിക്കച്ചോല ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൂർഗിലേക്ക് വിട്ടു. ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു പോയോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂർഗിലെത്തി ഗൈസ്. മറ്റേ ഫ്ലവറിലുള്ളൊരു സ്ഥലമല്ലേ കൂർഗിൽ, അവിടത്തേക്ക് ആദ്യം പോയത് നമ്മൾ. ഇവിടെ നല്ല രസമുള്ളൊരു വ്യൂ ഉള്ള സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ മനോഹരമായ സ്ഥലം എന്ന് പറയും. അങ്ങനെ ഈ ഫ്ലവേഴ്സെല്ലാം നടന്ന് പോയി. അവിടെ ഒരു കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ആ സ്ഥലം കാണുന്നത്. അതുപോലെ തന്നെ അവിടെ മറ്റേ ലൈനുമൊക്കെ കയറിയിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് വന്നില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും അഡ്വഞ്ചറസ് പരിപാടിയെല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, നല്ല അതിമനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞത്. കാണാൻ നല്ല രസമായിരുന്നു കാണാൻ, ആടുന്ന് അങ്ങ് താഴോട്ടൊക്കെല്ലാം നോക്കാൻ. അങ്ങനെ ആടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് നേരെ ബുദ്ധന്മാരെല്ലാം ഉള്ള ടെമ്പിളിലേക്കായിരുന്നു പിന്നെ ഞാൻ പോയത്. മറ്റേ ഗോൾഡൻ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നൊരു സ്ഥലം, അടുത്തേക്കാണ് പിന്നെ ഞാൻ പോയത്. ഇത് ഞാൻ പറഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലം, കാരണം അവിടുന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റുമായിരുന്നു അവിടെ. അതുപോലെ തന്നെ ഐ ലവ് കൂർഗ് എന്നെഴുതിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തരാൻ പറഞ്ഞാണ് പുള്ളിക്കാരൻ എനിക്ക് വീഡിയോ എടുത്തത്. പിന്നെ ഫോട്ടോസും ഉണ്ട്, അതൊക്കെ പിന്നെ ഞാൻ ഫോട്ടോസ് മൊത്തം ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ടെല്ലാം അടിച്ചോ? നടന്നോ ഇപ്പഴും ഗാർഡനിലോട്ട് നടക്ക്.
കുപ്പി വെള്ളം എടുത്ത് അങ്ങോട്ട് നടന്നാണ്. വെള്ളം ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കണേ. വാ ബൈ ബൈ രാജസി. പിന്നെ അവിടെ നിന്ന് വിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. നല്ല മസാല ദോശ പറഞ്ഞു. നല്ല മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെ നേരെ ഗോൾഡൻ ടെമ്പിളൊക്കെ ആയിരുന്നു പിന്നെ പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു പള്ളിയായിരുന്നു. നല്ല രസമുള്ള പള്ളി കണ്ടുകൊണ്ട് വീഡിയോ എടുത്തു. പക്ഷെ എവിടുന്നാണ് കണ്ടതെന്ന് ഓർമ്മയില്ല. അങ്ങനെ ആ വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലെത്തി. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. എന്താ പറയുക, ഫുൾ നല്ല കാമൻ കൂളായിട്ടുള്ള സ്ഥലം കൂടുതൽ അങ്ങനെയായിരുന്നു. ഫുൾ നല്ല തണുപ്പും അതുപോലെ തന്നെ ഭയങ്കര സൈലൻ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോകുന്ന വയ്ക്കുന്ന ചെരുപ്പൊക്കെ ഊരി അവിടെ കൊടുക്കും. അവരവിടെ എടുത്ത് വെക്കും. ഒരു കാർഡ് തരും നമുക്ക്. ആ കാർഡ് കൊടുത്താൽ നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വെക്കും. ബാഗൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. ഹെൽമറ്റും ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. കാരണം ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ഉള്ളിലിരിക്കാനൊക്കെ നല്ല എന്താ പറയുക, ഭയങ്കര സൈലൻറ്റും അങ്ങനെയൊക്കെ. പുറത്ത് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഇതാ ഫുൾ ദീപം തെളിയിച്ച് വെച്ചിന് അവിടെ നിന്ന്. പിന്നെ അവിടെയുള്ള ആൾക്കാർ മൊത്തം ഇങ്ങനെ എന്താ പറയുക, അവരിങ്ങനെ ചൊല്ലിയോണ്ട് നടക്കുകയാണ്. ബുദ്ധന്മാരൊക്കെ. ഞാനും അവിടുത്തെ ബുദ്ധന്മാരൊക്കെ ഒരേ ഡ്രസ്സിങ്സ് ആയിരുന്നു. കാരണം ഞാനും പോകുമ്പോഴത്തെ റെഡ് കോട്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഒരേ ഡ്രസ്സ് എന്നുള്ള രീതിയിലാവുമെന്ന് അറിയില്ല. കാരണം റെഡെല്ലാം ഇട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ അവിടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഫുൾ നല്ല തണുപ്പും ഭയങ്കര സൈലൻ്റൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ അമ്മ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നിട്ടായിരുന്നു പിന്നെ പുറത്തേക്ക് പോയത്. നമ്മളത് അവിടെ കാണുന്ന ബുദ്ധന്മാരെ പോലെ വെറുതെ ഇരിക്കാനുള്ള നോക്കുന്നുണ്ട്. എന്താ പുള്ളിക്കാരൻ അങ്ങനെ ഇരുന്നിട്ടൊക്കെ വെറുതെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര പീസ്ഫുള്ളായതുകൊണ്ട് നമുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അവിടെ ഇരിക്കുകയും ചെയ്ത്. പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ഒരിക്കലും കൂടി വരണമായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരിക്കലും കൂടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് തിരിച്ച് വീട്ടിലേക്ക്. ഡ്രാഗൻ ഒന്ന് നോക്കിയേ. ഹലോ. സ്ട്രൈറ്റ് ആയിരിക്കണം. എന്ത് എന്നെപ്പോലെ ഇരിക്കാൻ പറ്റുമോ? ഇത് ബുദ്ധൻ ഇരിക്കുന്നത്, ഇത് മൊണ്ണ ഇരിക്കുന്നത്. ഒരു ബുദ്ധി. ആ 10 രൂപ എനിക്ക്, 5 രൂപ എനിക്ക്. ഓക്കെ അടിക്കോ. ഡ്രോപ്പ് ദാറ്റ്. പൈസ എടുത്തു. അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ പൈസ ചില്ലറകളായിട്ട് ഇടുന്നതുകൊണ്ട് നമ്മളും വെറുതെ ഇട്ടാക്കി. ഒരു രസമല്ല. അടുത്തൊരു കുഞ്ഞ് ബുദ്ധനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ പൈസ ഇടുന്നത് നോക്കി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഹായ് നോക്കിയപ്പോൾ ഒന്നും മണ്ടിയില്ല. ഒരൊറ്റ ഓക്കാണ്. അവിടെ ഉള്ളവരൊന്നും അപ്പുറം ഇപ്പുറമൊന്നും അവർക്ക് നോക്കാനോ മൈൻഡാക്കാനോ സമയമില്ല. അതിലൊന്നും അവരെ ജപിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്നുള്ള പറയുക അറിഞ്ഞൂടെ, അങ്ങനെ ചൊല്ലിയോണ്ട് നടക്കലായിരുന്നു ഫുള്ള്.
നമ്മളിങ്ങനെ ദിക്റൊക്കെ ചൊല്ലുന്ന പോലെ അവരവരുടേതായി എന്തോ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അവരിങ്ങനെ ആരെയും മൈൻഡാക്കാനൊന്നും നിൽക്കുന്നില്ല. അവരവരുടേതായ കാര്യങ്ങൾ നോക്കി അവരുടേതായ രീതിയിൽ അവരിങ്ങനെ നടക്കായിരുന്നു ഫുള്ള്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനെ ഓരോ ആ ടെമ്പിളിൻ്റെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഇതായിരുന്നു. ഇതുപോലെ ഒരുപാട് ഇതുണ്ട്, ഒരു 3-4 എണ്ണം ഉണ്ട്. എല്ലേൻ്റെ ഉള്ളിലും ഇങ്ങനെ കയറി വെക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ഒരു ചങ്ങായി ഒരു ബുദ്ധ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതൊരു പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ചുമരുകളിലെല്ലാം എന്തൊക്കെയോ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫുള്ളിങ്ങനെ പെയിൻറ്റിങ് ആണ് അവിടെയുള്ള മൊത്തം ചെയ്തതിന്. ഹാൻഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കൈനെക്കൊണ്ട് ചെയ്യുന്ന ഓരോ കലാപരിപാടികൾ. അത് ഞാൻ സൂം ചെയ്തത് അവരെയായിരുന്നു. പിന്നെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ അവരൊന്നും അങ്ങനെ വീഡിയോ എടുക്കരുതെന്ന് എന്നോട് ഒഴിവാക്കിയാൽ എടുക്കാൻ നിന്നിട്ടില്ല. അവർ ഗോൾഡൻ ടെമ്പിൾ അവരുടേതായ രീതിയിൽ ഇരിക്കുന്നില്ല, നമ്മളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ നല്ല നല്ല ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ച്. എന്തേനോ പേര് മലൻ്റെ മുകളിലാണ്, മലമുകളിലായി ഈ ദേവി. എനിക്ക് ആ ഫോട്ടോസൊക്കെ കാണിച്ചെന്ന് ആ കഥയിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പുള്ളിക്കാരൻ്റെ പണി. അതായത് ആ കഥ വെച്ചിട്ട് അവിടുത്തെ ഫോട്ടോ വെച്ചിട്ട് ഓരോ കഥ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാം. എന്താ ഇപ്പോൾ കണ്ടത് ഇവിടുത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും തോന്നുന്നു. ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫുൾ പ്ലാനിങ് തോന്നുന്നു. ഇനി അങ്ങോട്ടുള്ള പ്ലാനിങ് ആണോ എന്നും അറിയില്ല. ശരി, നമുക്ക് ഇനി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ചാർജ് കുത്ത സ്ഥലം ഇങ്ങനെ ആക്കി വെച്ച് കുഞ്ഞായിട്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പ്രാവുകൾ, കുഞ്ഞു കിളികൾ, ഇപ്പോൾ കരയും വെച്ചോണ്ടിട്ട് പിന്നെ കുഞ്ഞു കിളികൾ ഒക്കെ ഉണ്ട്. അതിനവിടെ ഇഷ്ടംപോലെ അതിൻ്റെ ഉള്ളിലെല്ലാം ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. പിന്നെ ഇനിയുള്ളതെല്ലാം ഫോട്ടോസാണ് ഇങ്ങനെ അവിടെ പോയിട്ട് എടുത്തത്. അവിടെ ഐ ലവ് കൂർഗ് എന്ന സ്ഥലത്ത് ഇങ്ങനത്തെ എന്തൊക്കെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫോട്ടോസാണ് കണ്ടത്. പിന്നെ ഇതൊന്നും ടെമ്പിളിൽ പോയത്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഷവർമ ജ്യൂസ് കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർ ബൈ ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.